നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ ചൂടിലായിരുന്നു ഇന്ത്യ ഒട്ടാകെ. പൊതു തെരഞ്ഞെടുപ്പിന്റെ ചൂട് മാറും മുമ്പ് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള കളം ഒരുങ്ങുകയാണ്. കേരളത്തിൽ വയനാട് നിന്നും പാർലമെന്റിലേക്കും മറ്റ് രണ്ട് സ്ഥലങ്ങളിൽ നിന്നും നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. അതിലൊന്ന് പാലക്കാടും മറ്റൊന്ന് ചേലക്കരയുമാണ്. വയനാട്ടിൽ മത്സരിച്ച കഴിഞ്ഞ കുറെ നാളുകളായി വയനാടിനെ പ്രതിനിധീകരിച്ചിരുന്ന രാഹുൽ ഗാന്ധി തന്റെ വയനാട്ടിലെ സ്ഥാനം ഒഴിഞ്ഞ് റായ്ബറേലിയിലേക്ക് പോയതുകൊണ്ടാണ് അവിടെ വയനാട്ടിൽ ഒരു സീറ്റ് ഒഴിവന്നത്. ആ സീറ്റിലേക്ക് തന്റെ കുടുംബം പോലെയാണ് വയനാടിനെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള പ്രിയങ്ക വാദ്രയെ അവിടേക്ക് ഇറക്കി മത്സരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പ്രിയങ്ക വാദ്രയെ അവിടേക്ക് ഇറക്കുമ്പോൾ ലക്ഷ്യങ്ങൾ കോൺഗ്രസിന് പലതാണ്. പ്രിയങ്ക വാദ്രയെ വേറെ ഒരു സ്ഥലത്ത് നിർത്തിയാലും ഇന്ത്യയിൽ മറ്റെവിടെ നിർത്തിയാലും പ്രിയങ്ക വാദ്ര വിജയിക്കില്ല എന്ന് വളരെ ഭംഗിയായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം. അതിന് കാരണം പ്രിയങ്ക വാദ്രയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര നടത്തിയ അഴിമതികളാണ്. എണ്ണിയാലൊടുങ്ങാത്ത അഴിമതികൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മറ്റൊരു സംസ്ഥാനത്ത് നിന്നും വിജയസാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും ഷുവർ സീറ്റായ, അതായത് ഡിലിമിറ്റേഷനിലൂടെ ഏറ്റവും ഭംഗിയായി കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്ന സീറ്റ് എന്ന നിലയിൽ ഉണ്ടായ ഒരു മണ്ഡലം, ആ മണ്ഡലത്തിലേക്ക് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് അവരുടെ കുടുംബത്തിലെ തന്നെ പ്രിയങ്ക വാദ്രയെ അവിടേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പ്രിയങ്ക വാദ്ര അവിടേക്ക് വരുമ്പോൾ ദേശീയ രാഷ്ട്രീയം കൂടി അവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അവിടെയും ആരാകും സ്ഥാനാർത്ഥി എന്നതിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി CPIയുടെ സ്ഥാനാർത്ഥിയും ഒപ്പം BJPയുടെ സ്ഥാനാർത്ഥിയുമാണ് അവിടേക്ക് വരേണ്ടത്. കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രനായിരുന്നു BJPയുടെ. അതുപോലെ തന്നെ CPIയുടെയും നാഷണൽ സ്ഥാനാർത്ഥി എന്ന് പറയാവുന്ന ആനി രാജ, അതായത് ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മത്സരം എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആനി രാജയായിരുന്നു അവിടെ മത്സരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക വാദ്ര അവിടെ മത്സരിക്കാൻ എത്തുമ്പോൾ ഇനി ആരാകും സ്ഥാനാർത്ഥി എന്നതിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അബ്ദുള്ള കുട്ടിയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്ന തരത്തിലാണ് BJP ഇപ്പോൾ ചർച്ചകൾ കൊണ്ടുപോകുന്നത്. അബ്ദുള്ള കുട്ടിയെ അവിടെ നിർത്തുന്നതിന് BJP പറയുന്ന ന്യായം അത് എന്ത് തരം ന്യായമാണെന്ന് മനസ്സിലാവുന്നില്ല. മുസ്ലിങ്ങൾ ആരും അവിടെ പ്രിയങ്ക വാദ്രയ്ക്ക് വോട്ട് ചെയ്യില്ല, അതായത് സ്ത്രീകൾക്ക് വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് അബ്ദുള്ള കുട്ടിയെ മത്സരിപ്പിക്കാമെന്നാണ്. ഇനി അഥവാ അവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി ആ വോട്ടുകളൊന്നും BJPയിലേക്ക് വരികയില്ല എന്ന് ഏത് പൊട്ടക്കണ്ണനും അറിയാം. എങ്കിൽ പോലും BJP അങ്ങനെ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട്, അതായത് മറ്റാരെങ്കിലും വെട്ടാനുണ്ടാക്കിയ ഒരു തന്ത്രമാണോ എന്നറിയില്ല, ഏതായാലും അത്തരം ഒരു ലക്ഷ്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതുപോലെ തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പും അടുത്തു വരുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി BJP കാണുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് രണ്ടാം സ്ഥാനത്ത് BJP ആണ്. കോൺഗ്രസും BJPയും തമ്മിലാണ് അവിടെ മത്സരം നടക്കുക. CPM അവിടെ കളത്തിൽ പോലും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടേക്ക് MP നിതീഷ് കുമാറിനെ ഇറക്കിക്കൊണ്ട് കളം തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്ന് CPM നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന്റെ ഫലമായാണെന്ന് തോന്നുന്നു. ഏതായാലും MP നിതീഷ് കുമാർ രാജിവെച്ച് ഇപ്പോൾ കണ്ണൂരിൽ പാർട്ടി പ്രവർത്തകനായി തുടരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടി ഘടകങ്ങളിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പാലക്കാട് സീറ്റിനായി BJPയിൽ വലിയ രീതിയിലുള്ള കടിപിടികൾ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കാണുന്ന ഒരു പതിവ് കാഴ്ചയുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ നാളുകളായി കുറെ ആൾക്കാർ ഇങ്ങനെ, അതായത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ കുറെ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ, അവർ മത്സരിച്ച് വീതം വെച്ച് ഓരോ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് വീതം വെച്ച് ഇങ്ങനെ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആൾ, അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആൾ അവിടെ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മറ്റ് പുതുതലമുറയോ രണ്ടാം തലമുറയോ ഇനിയിപ്പോ വരാൻ പോകുന്ന നമുക്കറിയാം, ഇപ്പൊ മുതിർന്ന ഒരു തലമുറയുണ്ട്. രണ്ടാം ഘട്ടത്തിൽ ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ BJPയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. പാലക്കാട് സീറ്റിന് വേണ്ടി ശോഭാ സുരേന്ദ്രൻ അടക്കം കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് സൂചന. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ വരുന്നു. അതുപോലെ മത്സരിക്കാനുള്ള സാധ്യതകൾ തേടി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള PR വർക്കുകൾ പല കോണുകളിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് മറ്റൊരു സ്ഥാനാർത്ഥിയെ വരാൻ സാധ്യതയുള്ള ഒരാൾ കൃഷ്ണകുമാറാണ്. ഇനി കൃഷ്ണകുമാർ മത്സരിച്ചില്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിനെ പരിഗണിക്കും എന്ന് പറയുന്നു. ഏതായാലും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ ക്ഷീണം മാറും മുമ്പ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകാനും ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാനും ഇവരൊക്കെ ആർജവം കാണിക്കുന്നു, അല്ലെങ്കിൽ ഇവർ വീണ്ടും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയത്തിനപ്പുറം ഈ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് മറ്റെന്തൊക്കെയോ, BJP ലീഡേഴ്സിന് അല്ലെങ്കിൽ BJPയിലേക്ക് മത്സരിക്കാനെത്തുന്നവർക്ക് മറ്റെന്തൊക്കെയോ ലാഭങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്.
ഏതായാലും അത് തന്നെയാവും ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ, അതായത് ഇത്രയും കാലം മത്സരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിലെ നേതാക്കന്മാരെ ഒക്കെ ഒന്ന് നോക്കിയാൽ, നമ്മുടെ ഈ കഴിഞ്ഞ കുറെ നാളുകളായി തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ ഒക്കെ ഒന്ന് നോക്കിയാൽ 10ഉം 15ഉം തവണ മത്സരിച്ച സ്ഥാനാർത്ഥികൾ, അതായത് പാർലമെന്റ്, നിയമസഭ, അതുപോലെ തന്നെ പഞ്ചായത്ത് തലം മുതൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തലം മുതൽ എല്ലാം മത്സരിക്കുന്ന സ്ഥിരം സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ കാണുക. ഇത്തവണയാണ് അല്പമെങ്കിലും ഒരു ചെറിയ വ്യത്യാസം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. എങ്കിൽ പോലും സ്ഥിരം സ്ഥാനാർത്ഥികൾ ആരും തന്നെ കളം വിട്ടൊഴിയുന്നില്ല, വീണ്ടും വീണ്ടും മത്സരിക്കാൻ ധൃതി കൂട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും സംശയിക്കുന്നതിന്റെ പിന്നിൽ മറ്റു ചില കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഇവർക്കുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. 15 തവണ മത്സരിച്ച സ്ഥാനാർത്ഥികൾ, അതായത് പാർലമെന്റ്, നിയമസഭ, അതുപോലെ തന്നെ പഞ്ചായത്ത് തലം മുതൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തലം മുതൽ എല്ലാം മത്സരിക്കുന്ന സ്ഥിരം സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ കാണുക. ഇത്തവണയാണ് അല്പമെങ്കിലും ഒരു ചെറിയ വ്യത്യാസം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. എങ്കിൽ പോലും സ്ഥിരം സ്ഥാനാർത്ഥികൾ ആരും തന്നെ കളം വിട്ടൊഴിയുന്നില്ല, വീണ്ടും വീണ്ടും മത്സരിക്കാൻ ധൃതി കൂട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും സംശയിക്കുന്നതിന്റെ പിന്നിൽ മറ്റു ചില കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഇവർക്കുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും വീണ്ടും തെരഞ്ഞെടുപ്പിനെ കളമൊഴുകുമ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ BJP-യിൽ അടക്കം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കെ സുരേന്ദ്രനെ മാറ്റുമെന്ന് പറഞ്ഞൊരു പ്രൊപ്പഗണ്ട ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ കെ സുരേന്ദ്രനെ മാറ്റാനുള്ള സാധ്യതകളില്ല എന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു. കെ സുരേന്ദ്രനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ആദ്യമായി ഒരു പാർലമെന്റ് അംഗത്തെയും അതുപോലെ തന്നെ 4% വോട്ടും കൂടുതൽ കിട്ടിയ ഒരു പാർട്ടി, ആ പാർട്ടിയെ നയിച്ച ഒരാളെന്ന രീതിയിൽ തന്നെ കെ സുരേന്ദ്രനെ കേന്ദ്രം പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രനെ മാറ്റണമെന്ന മുറവിളിക്ക് വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ മുറവിളി കൂട്ടിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും കെ സുരേന്ദ്രൻ അതൊന്നും നോക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാലക്കാടും ചേലക്കര അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും BJP-യിലും അതുപോലെ തന്നെ മറ്റു പാർട്ടികളിലും ഒക്കെ കലാപക്കൊടി ഉയരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇടതുപക്ഷത്തും കോൺഗ്രസിനുമൊക്കെ മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ കുപ്പായമിട്ടിറങ്ങുന്നതിന്റെ ഇരട്ടി ഇപ്പോൾ BJP-യിൽ സ്ഥാനാർത്ഥികൾ കുപ്പായമിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതും സ്ഥിരം സ്ഥാനാർത്ഥികൾ തന്നെ. സ്ഥിരം സ്ഥാനാർത്ഥികളാകുന്നവരുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഏതാണ്ട് 15-ലേറെ തവണ മത്സരിക്കാത്ത ഒരാൾ പോലും BJP-യുടെ സ്ഥാനാർത്ഥികളായി BJP-യിൽ ഇപ്പോൾ മത്സരിക്കുന്നുണ്ടാവില്ല. അത്തരത്തിൽ കുത്തകയായി വെച്ചിരിക്കുകയാണ് ഓരോ മണ്ഡലങ്ങൾ കുത്തകയായി വെച്ചിട്ടില്ലെങ്കിലും എവിടെയെങ്കിലും ഒക്കെ സീറ്റ് കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് മത്സരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും അതൊരു മാറ്റം വരണം. നല്ല സ്ഥാനാർത്ഥികളെ, അതായത് സമൂഹത്തിൽ വരാൻ സാധ്യതയുള്ള ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് BJP നടത്തേണ്ടത്. BJP പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞ് മുന്നോട്ട് പോയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്.